ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ അമ്പൂരിയിൽ ജനവാസ മേഖലയിൽ ഒരു പുലിയെ കണ്ടത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ ആ പുലിയെ പിടികൂടി എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാരിക്കുഴി സ്വദേശിയായ ഷൈജുവിന്റെ പുരയിടത്തിലായിരുന്നു ഈ പുലിയെ കണ്ടത്. മയക്കുവെടി വെക്കുന്നതിനിടെ പുലി രക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പിടികൂടിയത്. TS ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. താഴേക്ക് വലിയ മലമുകളിലാണ്. ആ മലമുകളിൽ നിന്ന് ഇനി താഴേക്ക് ജനവാസ മേഖലയാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലമൊക്കെ. അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്, വീടുകളുണ്ട്. അപ്പം വലിയ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പ്രദേശവാസികളൊക്കെ തടിച്ചുകൂടിയിരുന്നു. TS ഹരികൃഷ്ണയുണ്ട്. ഹരി, ആദ്യം മയക്കുവെടിയേക്കാൻ ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടിരുന്നു ഈ പുലി. എങ്ങനെയാണ് പിടികൂടിയത്? ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അമ്പൂരി പ്രദേശമാകെ മണിക്കൂറുകളോളം ആശങ്കയിലായിരുന്നു. ആദ്യം ഈ പുലിയെ കാണുന്നത് ഈ ഷൈജുവിന്റെ പുരയിടത്തിൽ ഷൈജു റബ്ബർ വെട്ടാൻ വേണ്ടി പോകുന്ന സമയത്താണ്. ഒരു 5:45, പുലർച്ചെ 5:45 ആ സമയം. ആ സമയത്താണ് പുലിയെ കാണുന്നത്. പുലി ഈ കാട്ടുവള്ളികളിൽ പെട്ട് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ടാണ് പുലിയെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ തന്നെ വനംവകുപ്പിലെ ആളുകളൊക്കെ എത്തി, വനംവകുപ്പുകാരും പോലീസുകാരും ഒക്കെ എത്തി അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അപ്പോഴാണ് ആദ്യം ഒരു മയക്കുവെടി വെച്ചു. ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. മയക്കുവെടി വെച്ചതിന് ശേഷം പുലി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതൊരു മലയോര മേഖലയാണ്. അവിടെ നിന്ന് കുറച്ച് താഴേക്കാണ് പുലി മാറിയത്. അത് ജനവാസ മേഖലയായിരുന്നു. പിന്നീട് ഈ മയക്കുവെടി കൊണ്ടതുകൊണ്ടായിരിക്കണം അധിക ദൂരം പുലി പോയില്ല. അവിടെ വെച്ച് തന്നെ പിന്നെ പുലിയെ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തി. അവിടെ വെച്ച് തന്നെ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു. പുലിയെ അവിടെ നിന്ന് പിടികൂടി ഈ കുറച്ച് താഴേക്ക് ഇറങ്ങി വരണം, റോഡ് ഗതാഗതം ഉള്ള സ്ഥലത്തേക്ക്. അപ്പോൾ വാഹനത്തിൽ കയറ്റി ഇപ്പോൾ നെയ്യാർ ഡാമിന്റെ അവിടുത്തെ വന്യജീവി സങ്കേതത്തിന്റെ പരിസരത്തേക്കാണ് ഇപ്പോൾ പുലിയെ കൊണ്ടുപോയിരിക്കുന്നത്. ശരി, TS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പുലിയെ പിടികൂടി. ആ പ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ആശങ്കയായിരുന്നു പ്രദേശവാസികളെ സംബന്ധിച്ച്. കാരണം ജനവാസ മേഖലയാണ്, കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു. എന്തായാലും ഇപ്പോൾ ആശങ്കയൊക്കെ മാറിയിരിക്കുകയാണ്. പുലിയെ പിടികൂടിയിട്ട്